നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ബ്ലോക്കുകളുടെ എണ്ണം കൂട്ടുന്നത്. ബ്ലോക്കുകളുടെ എണ്ണം കുറയുന്നത് കൊണ്ടോ പഞ്ചായത്തുകളുടെ എണ്ണം കുറയുന്നത് കൊണ്ടോ വികസനത്തിന്റെ കാര്യത്തിൽ പിറകോട്ട് പോകുമോ എന്ന് അറിയാതെ ചിലർ ചോദിക്കാറുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, താലൂക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിന്റെ ആനുകൂല്യങ്ങളും സർക്കാരിൽ നിന്നുള്ള എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഓഫീസുകളാണ്. ഈ ഓഫീസുകൾ എത്രത്തോളം കൃത്യമായി പണിയെടുക്കുന്നുവോ, അവിടെ എത്രത്തോളം താലൂക്കുകളുടെ എണ്ണം കൂടുന്നുവോ അത്രത്തോളം ആനുകൂല്യങ്ങളും സേവനങ്ങളും ജനങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നു. പ്രത്യേകിന്റെ എണ്ണം കുറയുന്നതോടുകൂടി തന്നെ നമുക്ക് ലഭിക്കേണ്ട ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങളും ആനുകൂല്യങ്ങളും കിട്ടാതെ വരുന്നൊരവസ്ഥയാണുള്ളത്. ഇനിയൊന്ന് ആരോഗ്യരംഗം എടുത്തു നോക്കാം. ആരോഗ്യരംഗം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മൊത്തം കേരളത്തിൽ 5 മെഡിക്കൽ കോളേജുകളുണ്ട്. ഈ 5 മെഡിക്കൽ കോളേജിൽ 4 മെഡിക്കൽ കോളേജും ഉള്ളത് തിരുക്കൊച്ചിയിലാണ്. ഒരേ ഒരു മെഡിക്കൽ കോളേജാണ് മലബാർ മേഖലയിലേക്ക് നൽകിയിട്ടുള്ളത്. ആ മെഡിക്കൽ കോളേജ് നമ്മുടെ കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ അവിടെ ഒന്ന് പോയി നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനകത്ത് കയറി വന്നാൽ, അതിനകത്തുനിന്ന് കയറിപ്പോയാൽ വരാന്തയിൽ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കൂട്ടം രോഗികളെ കാണാം. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ബെഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗികളെക്കാളും അധികമാണ് വരാന്തയിൽ അഡ്മിറ്റ് ചെയ്ത രോഗികൾ. അത്രക്കും മോശമാണ് അവിടെ. പക്ഷെ നേരെ മറിച്ച് തിരുവറ്റിക്ക് നൽകിയിട്ടുള്ള, തെക്കൻ മേഖലയ്ക്ക് നൽകിയിട്ടുള്ള 4 മെഡിക്കൽ കോളേജുകളുണ്ടല്ലോ, ആ 4 മെഡിക്കൽ കോളേജുകൾ സൗകര്യങ്ങളുടെ വിഷയത്തിലും ഡോക്ടർമാരുടെ കണക്കുകളിലും വളരെ മുൻപന്തിയിലാണ്. ആരോഗ്യരംഗത്തിന്റെ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കതിന്റെ ശോചനീയാവസ്ഥ ഒന്നുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. മലപ്പുറം ജില്ലയിൽ 366 ഡോക്ടർമാരാണ് ഗവൺമെന്റ് തലത്തിൽ ജോലി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 366 ഡോക്ടർമാരുടെ പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഈ 366 പോസ്റ്റുകളിലേക്ക് വെറും 320 ഡോക്ടർമാരെ മാത്രമേ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ തിരുവറ്റിയിലുള്ള കോട്ടയം ജില്ലയിൽ 448 ഡോക്ടർമാരെയാണ് ആവശ്യം. പക്ഷേ 500-ലധികം ഡോക്ടർമാരെ നൽകിക്കൊണ്ടാണ് തിരുവറ്റിയെ ഗവൺമെന്റ് ചെയ്യുന്നത്. നമുക്ക് മലബാറിന് നൽകേണ്ടതിനേക്കാളും കുറച്ച് നൽകുകയും തിരുകൊച്ചിക്ക് അവർക്ക് ആവശ്യമുള്ളതിലും അധികം നൽകിക്കൊണ്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് തിരുകൊച്ചിക്കാരുടെ പാദസേവ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേരള സർക്കാരിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഏതെങ്കിലും ഒരു ആരോഗ്യ മേഖലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റവന്യൂ അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസുകളുടെ എണ്ണത്തിലുള്ള